പരിശുദ്ധമായ ഈ അൾത്താരയിൽ നിൽക്കാൻ ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യം തന്നെ ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസി, ഇത് ഹസ്ബൻഡ് ഡാർവിൻ. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞ് എസ്ലിൻ. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2016 ഡിസംബർ മാസത്തിലാണ്. 2017 മുതൽ 2022 വരെ ഞങ്ങൾ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായി പോയി. ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും പ്രസിദ്ധമായ 2 വലിയ ആശുപത്രികളിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. 2022 ആയപ്പോഴേക്കും മൂവാറ്റുപുഴയിലെ ഒരു ഫേമസ് ആയ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നോർമലായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല, IVF പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡോണറുടെ എഗ്ഗ് ഉപയോഗിച്ച് IVF ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് 2022 സെപ്റ്റംബർ 3 ഞാൻ ഇന്നും ഓർക്കുന്നു, ആ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ നിന്ന് കണ്ണുനീരോടുകൂടെ രാത്രി ഒരു 11:30 ആയപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അമ്മ മാതാവേ, കുഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇനി ഒരു ആശുപത്രിയിലും ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവുകയില്ല. എൻ്റെ ദൈവത്തിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നീ ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്മ മാതാവ് വഴി നീ ഞങ്ങൾക്ക് വാങ്ങിത്തരണം. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 2022 അവസാനിപ്പിച്ച് പോന്നു. 2022 നവംബർ മാസത്തിൽ ഞാൻ വീണ്ടും വന്ന് 2018 എടുത്ത ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം 2023 ആയപ്പോഴേക്കും ജോസഫ് അച്ചനെ കാണാൻ ഒരവസരം ലഭിച്ചു. അച്ഛനെ കാണാൻ വന്നപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ നിൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് സന്തോഷമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ 2 പേരുടെയും കവിളിൽ അച്ഛൻ ഒന്ന് തട്ടി. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ പോയി. അതിനുശേഷം 2 വർഷം 2023 ജപമാല റാലിയിൽ, 2024 ജപമാല റാലിയിലും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എങ്കിലും കുറച്ച് സമയം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. 2025 മാർച്ച് മാസത്തിൽ വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈവിട്ടെടുത്തു നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ, ഒരു ഡോണറുടെ എഗ്ഗുമില്ലാതെ ഈശോ ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി. ഞാൻ നോർമലായിട്ട് കൺസീവായി. 7 മാസം വരെ ഞാൻ ജോലിക്ക് പോയി. യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. 7-ാം മാസത്തെ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്ലാസൻ്റെ താഴെയാണ്, എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകാം, ഇനി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലീവാക്കി റെസ്റ്റ് എടുത്തു. അപ്പോൾ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റൽ മാറേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ പറഞ്ഞു, ഇവിടെ തന്നേക്ക് C-സെക്ഷൻ ചെയ്യേണ്ടി വരും, അതിനുള്ള ഫെസിലിറ്റി, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ തന്നെ പോകാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകാം, ഏത് നിമിഷവും താൻ കരുതിയിരിക്കണം, ബാഗ് പാക്ക് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അമ്മ മാതാവ് എനിക്ക് ദാനമായി തന്ന കുഞ്ഞാണ്, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, മാസം തികഞ്ഞ് തന്നെ നിൻ്റെ കുഞ്ഞിന് നീ ജന്മം നൽകുമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് C-സെക്ഷനിലൂടെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 2019 ഞാൻ എഴുതിയ പരീക്ഷ, 2014 ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് 2017 പരീക്ഷ എഴുതിയിരുന്നു. എങ്കിലും ഒരുപാട് പ്രതീക്ഷയൊന്നും ഞാനതിൽ വെച്ചിരുന്നില്ല. 2018 ഉടമ്പടി പുതുക്കി എടുത്ത സമയത്ത് ഞാനതൊരു നിയോഗമായി അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചിരുന്നു. 2018 അവസാനത്തിൽ റാങ്ക് ലിസ്റ്റ് വരികയും ഞാനതിൽ നല്ലൊരു റാങ്കിൽ ഉൾപ്പെടുകയും അതിൻ്റെ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2019 ജൂൺ മാസത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും വെറും 3 മാസത്തിൻ്റെ ഉള്ളിൽ ഒക്ടോബർ മാസം 21 അമ്മ മാതാവ് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ അധ്യാപികയായി ജോലി തന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയങ്ങളിലും കേട്ടിട്ട് എന്ന കാറ്റഗറി 1ഉം 2ഉം ഞാൻ ഒരു ദിവസമാണ്, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്. രാവിലെ കാറ്റഗറി 1ഉം
ഉച്ചകഴിഞ്ഞ കാറ്റഗറി 2 രണ്ടും ഞാൻ ഒരേ ദിവസം പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അമ്മ മാതാവ് പരീക്ഷ നല്ല രീതിയിൽ പാസ്സാകാൻ എന്നെ അനുവദിച്ചു. അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കിട്ടുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അക്രൈസ്തവരായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും പറഞ്ഞ് അവരോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യാറ്. എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെ വരാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കോട്ടയത്താണ് ജോലി സംബന്ധമായി താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ രണ്ടും മാത്രമാണുള്ളത്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഞങ്ങൾ ആഹാരം പാകം ചെയ്ത് കോട്ടയം ടൗണിൽ വഴി സൈഡുകളിലിരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറ്റുന്ന സാമ്പത്തിക സഹായം രോഗികളായിട്ടുള്ളവർക്കും ആരോരു പോലും ഇല്ലാത്തവർക്കുമൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ 2-3 മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറ്റുന്ന അവസരങ്ങളിലൊക്കെ കുമ്പസാരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാനും പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഈശോയുടെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാതെ കൃത്യസമയത്ത് ഈശോയ്ക്ക് വേണ്ടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും അങ്ങനെയുള്ള ആത്മീയമായ ഒരുപാട് മുന്നേറ്റം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം നന്ദി പറയുന്നു. സങ്കീർത്തനം 145:19. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. റിൻസി ഡാർവിൻ എന്ന ഈ കുടുംബം ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായതിനെക്കുറിച്ചാണ് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റുപറയുന്നത്. അവർക്ക് വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത വലിയ സങ്കട കടലിലാണ് അവരിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടും അവർക്ക് 2 വർഷം കൂടി അബ്രാഹത്തെ പോലെ കാത്തിരിക്കേണ്ടതായി വന്നു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞത്, നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ വരിക. അവിടെയാണ് അബ്രാഹത്തോട് വളരെ ഇൻറ്റിമസിയോടുകൂടി ദൈവം സംസാരിക്കുന്നത്. പക്ഷേ എവിടെയൊക്കെയോ ലോത്തിൻ്റെയും അവരുടെ ഭാര്യയുടെയും സേറയുടെയും അവരുടെ സേവകരുടെയും ആട്ടിൻകൂട്ടത്തിൻ്റെയും എല്ലാം വലിയ ഇടപെടൽ കാരണം ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി സാധിക്കാതെ പോകുന്ന ഒരു വലിയ അനുഭവം അബ്രാഹത്തിനുണ്ട്. ഇവരെല്ലാം പിരിഞ്ഞു പോയതിന് ശേഷമാണ് ദൈവത്തിന് അബ്രാഹത്തോട് വാഗ്ദാനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു വലിയ സമയവും സാധ്യതയും ഉണ്ടായതെന്ന് പറയുന്നു. നാം ഉടമ്പടിയിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിനെ നമ്മെ ഇൻറ്റിമസിയോടുകൂടി സംസാരിക്കുവാനും നമുക്കൊരു ടേൺ എടുത്ത് ഈശോ മാത്രം മതി എന്ന ഒരു വലിയ തീരുമാനത്തിൽ എത്തുവാനും ജീവിക്കുവാനും അതിനെ വളരെയധികം സഹായിക്കുന്നത്, ഏറ്റവും അധികം നമ്മെ ഉടമ്പടിയിലേക്ക് നയിക്കുന്നതും പരിശുദ്ധ അമ്മയാണെന്ന് നാം മനസ്സിലാക്കുന്നത് ഈ ഒരു വലിയ പ്രത്യേകമായ ഈ പ്രാർത്ഥനാ പദ്ധതിയിലൂടെയാണ്. റിൻസിക്ക് അത് മനസ്സിലായത് ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. കാത്തിരിക്കുവാൻ എത്ര സമയം വേണമെങ്കിലും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് റിൻസിയുടെ ഈ ഉടമ്പടി ജീവിതം. അവർക്ക് ലഭിച്ച കുഞ്ഞിനെക്കുറിച്ച് അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ വൈദ്യശാസ്ത്രമെല്ലാം കൈവിട്ടു. ഇനി നിങ്ങൾക്ക് നോർമലായി കൺസീവ് ആകാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുപോയി. അവിടെയാണ് കൃപ വർക്ക് ചെയ്യുന്നത്. ഒരു നോർമൽ പ്രഗ്നൻസി സാധ്യമാകില്ല എന്നുള്ളതാണ് നമ്മുടെ മെറിറ്റ്. പക്ഷേ ഇവിടെ ആ മെറിറ്റ് നഷ്ടപ്പെട്ടു എന്ന് വൈദ്യശാസ്ത്രം കൈമലർത്തിയപ്പോഴാണ് ഈ മകൾക്ക് ദൈവം തന്നെ ആ കൃപ നൽകി ഇവർക്ക് നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. പ്ലസൻ്റ് താഴെ വരുന്നു, സി സെക്ഷൻ വേണം, ബ്ലീഡിങ് ഉണ്ടാകും, ഏത് സമയത്തും നിങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഓപ്പറേഷന് റെഡിയായി, ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷനോടുകൂടി പേടിപ്പിക്കുന്ന ഒരു അവസരത്തിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തരുന്ന ഈ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു വലിയ വിശ്വാസവും വിശ്വസ്തതയും ഈശോയിലുണ്ടായതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. അതുപോലെ മക്കൾ ആണ് ഉദരഫലം എന്ന സങ്കീർത്തകൻ്റെ വാക്യത്തിലൂടെ നമുക്ക് ഏറ്റുപറയാവുന്ന, നന്ദി പറയാവുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. ഈ മകൾക്ക് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റോടുകൂടി ഒരു ഗവൺമെൻറ് ജോബ്
ദൈവം ഇടപെട്ട് തുടങ്ങിയാൽ നാം നിയോഗത്തിൽ എഴുതുന്നതിന് മുൻപ് തന്നെ നിൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നു, ഇതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നത് കൊണ്ട് നമുക്കതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ആദ്യം നീ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഒന്ന് മാത്രമേ അവിടുന്ന് ആവശ്യപ്പെടുന്നുള്ളൂ, അവിടുത്തോട് കൂടെ ആയിരിക്കുക, ആ സ്നേഹം അനുഭവിക്കുക, ദൈവസ്നേഹം അനുഭവിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഉടമ്പടി ജീവിതം. റിൻസിക്കും കുടുംബത്തിനും അവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നല്ല ഒരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.